വടക്കൻ കേരളത്തിൽ വയനാടും മലപ്പുറവുമാണ് യുഡിഎഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ. ഓരോ ദിവസവും അജണ്ടകൾ മാറി മറിയുന്ന വടക്കൻ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. കൊലപാതക രാഷ്ട്രീയം സജീവ ചർച്ചയാകുന്ന വടകര, കാസർഗോഡ് മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷയിലാണ് ഇരുമുന്നണികൾ. വയനാട്ടിൽ 5 ലക്ഷം ഭൂരിപക്ഷമാണ് യുഡിഎഫിന്റെ സ്വപ്നം. രാഹുലിനെതിരെ നേടുന്ന വോട്ടുകൾ എണ്ണിക്കാണിച്ച് ഉത്തരേന്ത്യയല്ല കേരളമെന്ന് ബോധ്യപ്പെടുത്തുമെന്നാണ് ഇടതുമുന്നണിയുടെ അവകാശവാദം. കഴിഞ്ഞ തവണത്തെ 85,000 എന്ന കണക്കിൽ കൂട്ടിച്ചേർക്കുന്ന ഓരോ വോട്ടും രാഷ്ട്രീയ വിജയമാണെന്നാണ് എൻഡിഎയുടെ പക്ഷം. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം ഇത്തവണ 2 ലക്ഷം കടത്തുമെന്നാണ് യുഡിഎഫ് അവകാശവാദം. യുവ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി അടിയൊഴുക്കുകൾ ശക്തമാണെന്നും വോട്ടെണ്ണുമ്പോൾ സ്ഥിതി മാറുമെന്നും ആവർത്തിക്കുകയാണ് എൽഡിഎഫ്. പൊന്നാനിയിൽ ഇ.ടി. മുഹമ്മദ് ബഷീറിന് തുടക്കത്തിൽ നേരിട്ട പ്രതിസന്ധി മറികടക്കാനായെന്നാണ് യുഡിഎഫ് കണക്കുകൂട്ടൽ. നിലമ്പൂർ മോഡൽ അട്ടിമറിക്ക് കാത്തിരിക്കാൻ പറഞ്ഞ് അണികളെ ഉണർത്തി നിർത്തുകയാണ് ഇടതുപക്ഷം. വയനാടും മലപ്പുറവും പൊന്നാനിയും എക്കാലവും ഒരു നിശ്ചിത രൂപത്തിൽ വിധിയെഴുതുന്ന മണ്ഡലങ്ങളാണ്. 3 മണ്ഡലങ്ങളിലും സാഹചര്യങ്ങൾ അട്ടിമറിക്കുന്ന യാതൊന്നും ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. എന്നാൽ കോഴിക്കോടും വടകരയും കണ്ണൂരും കാസർഗോഡും ചില കഥകൾ മാറ്റി പറയുന്നുണ്ട്. കോഴിക്കോട് എം.കെ. രാഘവനെതിരെ ഇടതുപക്ഷത്തിന്റെ പ്രധാന തുരുപ്പുചീട്ട് എ. പ്രദീപ് കുമാറിന്റെ പ്രതിച്ഛായ തന്നെയാണ്. ഒപ്പം ഒളിക്യാമറ വിവാദവും. ഇതൊന്നും ബാധിക്കില്ലെന്നും വിവാദം എൽഡിഎഫിനെ തന്നെ തിരിഞ്ഞുകൊത്തുമെന്നും യുഡിഎഫ് ഉറച്ചു വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന്റെ ജയിൽവാസം വോട്ടുവർദ്ധനയ്ക്ക് കാരണമാകുമെന്നാണ് എൻഡിഎ കണക്കുകൂട്ടൽ. വടകരയിൽ വിഷയം പി. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. എൽജെഡി വോട്ടുകളും ചിട്ടയായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവും ജയരാജന് വൻ ലീഡ് നൽകുമെന്നാണ് എൽഡിഎഫ് ഇപ്പോഴും പരസ്യമായി പറയുന്നത്. എന്നാൽ കെ. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വവും രാഹുൽ ഗാന്ധിയുടെ സ്വാധീനവും കഥ മാറ്റിക്കഴിഞ്ഞെന്ന് യുഡിഎഫ്. കണ്ണൂരിൽ മത്സരം കഴിഞ്ഞ തവണത്തെ അതേ ആവേശത്തിൽ എത്തിക്കഴിഞ്ഞു. 7-ൽ 4 മണ്ഡലത്തിലും ലീഡ് കിട്ടിയിട്ടും തോറ്റുപോയ സുധാകരൻ ഇത്തവണ സാഹചര്യം മാറിയെന്ന വിശ്വാസത്തിലാണ്. തുടക്കം മുതൽ സുധാകരൻ ചെന്നുപെടുന്ന വിവാദങ്ങൾ പി.കെ. ശ്രീമതിക്ക് ഗുണം ചെയ്യുമെന്നാണ് എൽഡിഎഫ് വിശ്വാസം. കാസർഗോഡ് 3 മുന്നണികളും പ്രചാരണ രംഗത്ത് സജീവമാണെങ്കിലും ഇടതു സ്ഥാനാർത്ഥി കെ.പി. സതീഷ് ചന്ദ്രന് പാർട്ടിക്കകത്തും പുറത്തുമുള്ള സ്വീകാര്യതയിലാണ് എൽഡിഎഫ് പ്രതീക്ഷ. പെരിയ ഇരട്ടക്കൊലപാതകം പ്രധാന ചർച്ചാ വിഷയമായ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന യാദവ സമുദായം ഇത്തവണ മാറി ചിന്തിക്കുമെന്നാണ് യുഡിഎഫ് പ്രതീക്ഷ. ഭാഷാ ന്യൂനപക്ഷങ്ങളിൽ സ്വാധീനമുള്ള സ്ഥാനാർത്ഥി രവീശ തന്ത്രിയിലൂടെ വോട്ടുയർത്താമെന്ന് എൻഡിഎയും കണക്കുകൂട്ടുന്നു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്.